സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ഒരു പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. ട്രാക്ക് മെയിൻ്റനർ പോസ്റ്റ് പോലുള്ള പോസ്റ്റുകൾ അതെല്ലാം, അതായത് ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 24/7 വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ചില പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ അവസാനത്തെ പ്രിഫറൻസ് ആണ് കൊടുക്കുക. ഈ ട്രാക്ക് മെയിൻ്റനർ വേക്കൻസി കൂടുതലാണെങ്കിൽ പോലും ഏറ്റവും അവസാനം പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും. അതിൻ്റെ കാരണം ആ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവം കേട്ടിട്ടാണ്. കാരണം അത് ടഫായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഇതിൽ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടല്ലോ, രണ്ടുപേരും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. പെൺകുട്ടികൾ സാധാരണ കൊടുക്കാറില്ല ട്രാക്ക് മെയിൻ്റനർ പോസ്റ്റ്, ഏറ്റവും അവസാനമായിരിക്കും കൊടുക്കുക. പിന്നെ ഇതിൽ വേറൊരു ഫാക്ടർ ഉള്ളത്, കേരളത്തിലെ ജോലി വേണമോ തമിഴ്നാട്ടിൽ ജോലി വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് കേരളത്തിൽ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണോ അതെല്ലാം കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ, എക്സെപ്റ്റ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്. കാരണം ഹോസ്പിറ്റൽ അസിസ്റ്റന്റും കേരളത്തിൽ കിട്ടാം. ഞാൻ പറഞ്ഞു വരുന്നത് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. കേരളത്തിൽ അപ്പോയിൻമെൻറ്റ് വളരെ കുറവാണ്. ട്രാൻസ്ഫറും അത് ബുദ്ധിമുട്ടായി വരാം ഫ്യൂച്ചറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതും പോസ്റ്റ് പ്രിഫറൻസിൽ ഒരു ഘടകമായിട്ട് വരണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ജോലി കിട്ടണം എന്നാഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കണം, നമുക്ക് നാട്ടിൽ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഡി അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാനുള്ള പ്രിഫറൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഈ റെയിൽവേ അധികൃതർ അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ലോക്കലുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോസ്റ്റ് സർവീസാണ്. അതായത് പ്രാദേശികമായിട്ട് കൂടെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ കൂടിയും നമ്മൾ പ്രാദേശിക ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ചില പോസ്റ്റുകളൊക്കെ. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിയുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അതത് സ്റ്റേറ്റുകളിൽ അപ്പോയിൻ്റ് കൊടുക്കുക എന്നുള്ളതും അവരുടെ ഒരു ക്രൈറ്റീരിയ ആണ്. പക്ഷേ അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. പക്ഷേ അതിനൊരു മുൻതൂക്കമുണ്ട് എന്നാണ് പറയാനുള്ളത്.